ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത് രാസലഹരിയും ചോക്ലേറ്റ് പാക്കറ്റുകളിലാക്കിയാണ് MDMA കടത്താൻ ശ്രമിച്ചത്. 3 സ്ത്രീകൾ പിടിയിൽ. വിപിൻ സി വിജയനാണ് ചേരുന്നത്. മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. വിപിൻ, പറയൂ. സ്മിത, ഇന്നിപ്പോൾ 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ 3 പേർ പിടിയിലായി എന്നുള്ളതായിരുന്നു വാർത്ത. എന്നാൽ അതിനേക്കാളും അതിനപ്പുറത്തേക്ക് അതൊരു രാസലഹരി കടത്ത് തന്നെ ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 15 കിലോയോളം ചോക്ലേറ്റിൽ കലർത്തി രാസലഹരി MDMA ഉൾപ്പെടെ കടത്താൻ ശ്രമിച്ചു എന്നുള്ളത് കൂടിയാണ്. 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെയാണിത്. 3 പേരെയാണ് ഇതിൽ പിടികൂടിയിരിക്കുന്നത്. ആ പിടികൂടിയവരുടെ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെന്നൈ സ്വദേശിനി റാബിയത്ത് സൈദു സൈനുദ്ദീൻ, കോയമ്പത്തൂർ സ്വദേശിനി കവിത, തൃശൂർ സ്വദേശിനി സിമി എന്നിവരെയാണ് എയർ കസ്റ്റംസും എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. തായ്ലാന്റ് നിർമ്മിതമായ 15 കിലോയോളം തൂക്കം വരുന്ന ചോക്ലേറ്റ്, കേക്ക്, ക്രീം, ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയാണ് ഇവരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഇതിന് പുറമെ ഇവരുടെ ബാഗിൽ 34 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവും ഉണ്ടായിരുന്നു. ഇത് ബാങ്കോങ്ങിൽ നിന്നാണ് എത്തിച്ചിരുന്നത്. അവിടെ നിന്ന് കോലാലംപൂരിലേക്ക് എത്തിച്ച് കോലാലംപൂരിൽ നിന്ന് ഇന്നലെ രാത്രി 11:45 വന്നിട്ടുള്ള എയർ ഏഷ്യ വിമാനത്തിലൂടെയാണ് ഇവരിത് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ 3 സ്ത്രീകളെയും എത്തി ഉടൻ തന്നെ വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക്, വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഇവ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. തായ്ലാന്റിൽ നിന്നാണ് കോലാലംപൂരിലേക്ക് ഇവർ എത്തിയത് എന്നുള്ളതുമാണ് അറിയിച്ചിരിക്കുന്നത്. ആ വഴിയാണ് കോഴിക്കോട് വന്നിറങ്ങിയത്. ഇനി ഇവിടെ ആർക്ക് നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഈ ചോക്ലേറ്റ്, അതായത് ഈ രാസലഹരിയൊക്കെ കടത്തുന്നതിന് വേണ്ടി പുതിയ വഴികൾ തേടുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. കാരണം ചോക്ലേറ്റിന്റെ കവറിലൊക്കെ കവർ പോലും പൊട്ടിക്കാതെ അത് മിക്സ് ചെയ്തിട്ടായിരുന്നു MDMA ഉൾപ്പെടെ കടത്താനായി ശ്രമിച്ചത്. ഒപ്പം കരിപ്പൂർ വിമാനത്താവളം വഴി അത് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതിനുള്ള വലിയ ഒരു ഒഴുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ഒരു ജാഗ്രത ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് വിമാനത്താവളത്തിന് പുറത്തുനിന്ന് 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു. വിമാനത്താവളത്തിലുണ്ടായത് വൻ ലഹരിവേട്ടയാണ്. 3 സ്ത്രീകളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം അങ്ങനെ തുടരുകയാണ്. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.